അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാമ്പേഡിൽ മരണങ്ങൾ ഉണ്ടാകുന്നത് ഒരു പുതിയ കഥയല്ല. ഇതിനു മുൻപ് ഭരിച്ചിരുന്നവർ, മുഖ്യമന്ത്രിയായിരുന്നവരുടെ പരിപാടികളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജയലളിതയുടെ പരിപാടിയിൽ 50 പേർ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പലപ്പോഴായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ വരുന്ന പുതിയ മാറ്റങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു പുതിയ മാറ്റവുമായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു വിജയുടെ TVK എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. വിജയ് അത് വളരെ സമയമെടുത്ത് ആലോചിച്ച് സിനിമയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങി ഇനിയുള്ള സിനിമകൾ പൂർത്തിയാക്കി സിനിമയിൽ നിന്നും പൂർണ്ണമായും അ, ആ, രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. അതിൽ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കുന്നു. ഇവിടെ DMKയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെയും കേന്ദ്രത്തിലിരിക്കുന്ന BJPയും ഒരുപോലെ വിമർശിച്ച് മുന്നേറുകയായിരുന്നു. എഴുതി കൊണ്ടുവരുന്ന പ്രസംഗങ്ങളാണെങ്കിലും അത് ആളുകളിൽ ആവേശം ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയിലേക്ക് അവിടെ എത്തിയവരാണോ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്? അതോ ഈ പറയുന്ന കുട്ടികളടക്കം 1.5 വയസ്സുള്ള കുഞ്ഞടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളടക്കം 15 വയസ്സിൽ താഴെ 18 വയസ്സുള്ള ഒരു കുറേ പേരെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിജയ് എന്ന ഇളയ ദളപതിയെ കാണാനെത്തിയവരാണോ? രാഷ്ട്രീയ നേതാവിനെ കാണാനെത്തിയവരാണോ? എന്താണ് അഡ്വക്കേറ്റ് ലാൽകുമാറിന് തോന്നുന്നത്? ഇതിനകത്ത് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓ, ഒന്ന് കൺഫേം ചെയ്യാം. ഇതിനകത്ത് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ തിരക്കുള്ള വ്യക്തി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ അത്രയും തിരക്ക് മറ്റാർക്കും ഈ രാജ്യത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണോ അദ്ദേഹം പറയുന്നത് അല്ലയോ എന്നുള്ളതൊക്കെ മാറ്റിയെടുത്തു. രാജ്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും തിരക്കുള്ള മനുഷ്യൻ പ്രധാനമന്ത്രിയാകും. ഞാൻ ഇതുവരെ അദ്ദേഹം പല പബ്ലിക് റാലികളിലും പങ്കെടുക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അതിനെതിരെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 10 മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്ന ഒരു കേസ് ആ പ്രധാനമന്ത്രിയുടെ ഏതേലും ഒരു കാര്യമുണ്ടോ? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കൂ, മറ്റ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എടുത്തു, ആര് പണി എടുത്തു നോക്കൂ. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുള്ള മനുഷ്യൻ സ്റ്റാലിൻ ആകാം. സ്റ്റാലിൻ 10 മണിക്കൂർ വൈകി വന്ന ഏതേലും ഒരു കേസുണ്ടോ? ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ടോ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ 10 മണിക്കൂർ വൈകി വരുന്നു എന്ന് പറയുന്നത് അതിനകത്തൊരു കോൺസ്പിറസി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം രാവിലെ 8-8:30ക്കും ആണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നതെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹം പല റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ഇപ്പൊ താങ്കൾ പറഞ്ഞതനുസരിച്ചാണ് 10 മണിക്കൂറാണ് വൈകിയത്. ഈ 10 മണിക്കൂർ പരിപാടി 3 മണി വൈകുന്നതിന് മുതൽ 10 മണി വരെയാണ് പരിപാടിക്ക് അനുമതി തേടിയിരുന്നതെന്നാണ് അറിയാനാകുന്നത്. അതെ, അപ്പൊ രാവിലെ തൊട്ട് തന്നെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അല്ല, എന്റെ പ്രശ്നം 7 മണിക്കൂർ താമസം അദ്ദേഹം 7 മണിക്കൂർ 7 മണിക്കൂർ താമസം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വിജയ് ഈ രാജ്യത്തോട്, ഇവിടുത്തെ പൗരന്മാരോട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹം എന്ത് കാരണമാണ് ഡിലേ ആയതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാനത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, ആ ഡിലേ എന്ന് പറയുന്നത് വലിയ കോൺസിക്വൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും, അവിടെ വെള്ളമില്ലായിരുന്നു പറയുന്നുണ്ട്, ഫുഡ് ഇല്ലാത്ത അവസ്ഥയുണ്ട്, ഇല്ലേ, പല പല കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, രാവിലെ തൊട്ട് തന്നെ അവിടെ ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ക്രൗഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് ഡിലേ ആയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് എന്റെ സംശയം മാത്രമാണ്. കാരണം ഈ ആൾക്കാർ കൂടി നിൽക്കുന്നു, വിജയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചോരത്തിളപ്പ് വരുമല്ലോ. രാഷ്ട്രീയക്കാരൻ പുതിയതായിട്ട് വരുന്നു, ഇളയ ദളപതിക്ക് വേണ്ടി 10 മണിക്കൂറും 15 മണിക്കൂറും കാത്തു നിൽക്കുന്ന ജനം നോക്കൂ എന്ന് പറയാനായിട്ട് ഈ ആവേശം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇല്ലാത്ത ഒരു തിരക്ക് വിജയ്ക്ക് എങ്ങനെ വന്നു, അതിനകത്തൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. താരമായിട്ടാണ് വിജയ് അവിടെ എത്തിയെന്ന് സാരം. കറക്റ്റ്. അപ്പൊ പറഞ്ഞില്ലേ, 7 മണിക്കൂർ 8 മണിക്കൂർ ഇത്ര വൈകത്തക്ക രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ ക്രൗഡ് അദ്ദേഹം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പറയുന്ന രീതിയിൽ ആൾക്കാരെ അവിടെ കുത്തി നിറച്ച് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലമാണ് അവിടെ, അങ്ങനെ നിൽക്കേണ്ട ഒരു അന്തരീക്ഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേസ് അങ്ങനെ വെറുതെ പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കേസുമല്ല. നോക്കൂ, പാവങ്ങളാണ്, ആൾക്കാർക്ക് ഒന്നുമില്ലാത്തവരാണ്. ഈ പറയുന്ന 2 വയസ്സുള്ള കുട്ടി മരിക്കുന്നു, ഈ പറയുന്ന ഗർഭിണികൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 പേരാണ് മരിക്കുന്നത്. ഗർഭിണി മരിക്കാന്ന് പറഞ്ഞാൽ 2 പേരാണ് മരിക്കുന്നത്, അല്ലെ? അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് ആ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കില്ല. ആ ചർച്ചയ്ക്കകത്ത് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ആദ്യത്തെ വശം. 2, നോക്കൂ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയ ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഒളിച്ചോടുന്നവനല്ല രാഷ്ട്രീയക്കാരൻ. അത് നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ തൊട്ട് നിങ്ങൾ വേറെ ഏത് വലിയ ലെവലിലുള്ള ഒരാളെ എടുത്താലും ഒരു പ്രശ്നം വന്നാൽ, ഒരു പട്ടി റോഡിൽ വണ്ടി കയറി ചത്തു കിടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വിളിക്കുന്ന പഞ്ചായത്ത് മെമ്പറെയാണ് വിളിക്കുന്നത്.
പഞ്ചായത്ത് മെമ്പർ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയില്ല, ഞാൻ വരാമെന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇന്നാണ്. അതിനകത്ത് ഒരു സംശയം, അത് BJP-യോ കോൺഗ്രസോ CPM-ഓ ഈ പറഞ്ഞ DMK-യോ, കേരളത്തിൽ DMK-കാരുണ്ടെങ്കിൽ DMK-കാരോ അവരെല്ലാം ഓടി വന്ന് അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ദുരന്തം വന്നു കഴിഞ്ഞാൽ ഓടി ചെല്ലുന്നവരാണ് മാധ്യമപ്രവർത്തകർ, എല്ലാരും. ഇദ്ദേഹം മാത്രം ഓടി രക്ഷപ്പെടുക. ആ ഓടി രക്ഷപ്പെടുന്നതിന്റെ ലോജിക്ക് എന്താണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോകുന്നത് വഴി എന്ത് മെസ്സേജാണ് കൊടുത്തത്? ഇപ്പൊ വേണമെങ്കിൽ അദ്ദേഹം ആക്രമിക്കപ്പെടും എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന് കാണാം. അങ്ങനാണെങ്കിലും അദ്ദേഹം ആ പ്ലേസ്, കരൂർ എന്ന് പറയുന്ന സ്ഥലം വിട്ട് ചെന്നൈക്ക് എന്തിനു പോകുന്നു? ആ ചോദ്യം ചോദിക്കാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അടുത്ത ഈ പറയുന്ന ആൾക്കാരെ രക്ഷിക്കാൻ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് നടപടിയാണ് അദ്ദേഹം എടുത്തത്? കൃത്യമായ ഉപദേശം കൊടുക്കാൻ ഒരു രാഷ്ട്രീയ വൃന്ദം ചുറ്റുമുണ്ടാകണമല്ലോ. അത് ഫാൻസാണ് പാർട്ടി. ഇതാണ് പ്രശ്നം. ഇതാ ഫാൻസ് എന്നാ പറഞ്ഞേ. മാത്രമേ ഉള്ളൂ, അതാണ് വിഷയം. നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യം, ഒരു സിനിമയിൽ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ രാജ്യം ന്യൂയോർക്ക് ആക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതുപോലെയല്ല യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ. ഈ പറയുന്ന അദ്ദേഹം ആരോഗ്യരംഗം, തമിഴ്നാട്ടിലെ ആരോഗ്യരംഗം, രാജ്യത്തിന്റെ ആരോഗ്യരംഗം ഒരു സിനിമയ്ക്ക് 5 മിനിറ്റ് കൊണ്ട് ശരിയാക്കുന്നു, റോഡുകൾ മൊത്തം 5 മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നോക്കൂ, ഈ രാജ്യത്ത് എല്ലാവരും അക്ഷീണം പ്രവർത്തിക്കുന്നവരാ. ഈ രാജ്യത്തിനോട് സ്നേഹമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണ് ആരും പറയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെല്ലാം മൊത്തം വീട്ടിൽ കൊണ്ടുപോകണോ 5 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാനാണെങ്കിൽ? ഈ പറയുന്ന ഒരു ഫോൾസ് നറേറ്റീവ് കൊടുത്ത് സിനിമ വഴി ആൾക്കാരെ, പാവങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും. കാര്യം പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയത്തിനകത്ത് മോഹൻ വർഗീസ് പറഞ്ഞ പോലെ തമിഴ് രാഷ്ട്രീയത്തിനകത്ത് ഈ സിനിമയ്ക്ക് ഒരു വലിയ റോളുണ്ട്. ഈ വന്ന് നിൽക്കുന്നവർ നല്ല ശതമാനം ആൾക്കാർ വിജയെ കാണാമെന്നാ, വിജയ് സിനിമയിലെ പോലെ എന്തോ മാജിക് നേരിട്ട് കാണിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷമല്ല യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ളതെന്നും ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് അത്ര സുഖകരമായിട്ടല്ല രാജ്യത്ത് നടക്കുന്നതെന്നും, എന്നാൽ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം മാജിക് കാണിക്കാൻ, സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റില്ല എന്ന് ഈ 5 വയസ്സുള്ള കുട്ടിക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ 5 വയസ്സ് കൂട്ടത്തിൽ കൊണ്ടുപോയ ആളെയാണ് പറയേണ്ടത് സത്യത്തിൽ. അത് പോട്ടെ, നമ്മൾ ഇപ്പൊ ഒരു ബ്ലെയിം ഗെയിം നടത്തുന്നതിനകത്ത് ഒരു അനീതി ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഈ പോയവർ എന്തിനാ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കുട്ടികളെ കൊണ്ട്, ഗർഭിണികളെ കൊണ്ട് പോകരുത് പറഞ്ഞു, കുട്ടികളെ കൊണ്ട് പോകരുത് പറഞ്ഞു. എന്നാണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒരു അതോറിറ്റീസ് പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ അനുസരണാശീലം അനുസരണാശീലം അവിടെ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടല്ലേ വിജയ് ഈ പരിപാടി നടത്തിയത് വന്നത്. അടുത്ത ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സംസ്ഥാന സർക്കാരിന്റെ റോളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്മൃതി ഇവിടെ പറഞ്ഞു. നിർബന്ധമായി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? ഞാൻ അതും എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, നമ്മൾ വാർത്തകൾ കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ രാവിലെ 7 മണി തൊട്ട് ഒക്കെ ആളുണ്ട് അവിടെ. ഈ പറഞ്ഞ അവര് പരിപാടി എപ്പോ വേണമെങ്കിലും നടത്തിക്കോട്ടെ, അവര് പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് എത്ര തന്നെ ആയിക്കോട്ടെ. അങ്ങനാണെങ്കിൽ ഇവരുടെ കൺമുന്നിലല്ലേ ഈ പറയുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇവരുടെ കൺമുന്നിലല്ലേ ട്രാഫിക് ബ്ലോക്ക് വ്യത്യാസം വരുന്നത്? ഇവരുടെ കൺമുന്നിലല്ലേ ആൾക്കാർ കൂടി വരുന്നത്? അത് കാണണ്ടേ? ഇപ്പൊ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ആൾക്കാർ കൂടുക, ഇവിടുത്തെ അതോറിറ്റീസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല, സംസ്ഥാന സർക്കാർ എന്നുള്ളത് അങ്ങ് ഇവിടെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ക്ഷമിക്കാം. പക്ഷെ അവിടുത്തെ ജില്ലാ കളക്ടർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അറിഞ്ഞില്ല, അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നേ? അപ്പൊ അതോറിറ്റീസ് അറിഞ്ഞ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ആഡിക്വേറ്റ് മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആഡിക്വേറ്റ് മെഷേഴ്സ് എടുത്തിട്ടില്ല. അതിനകത്ത് DMK എന്ന് പറയുന്ന പാർട്ടിയെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ ആ ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത് ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.